ഹായ് ഫ്രണ്ട്സ്, വെൽക്കം അവർ യൂട്യൂബ് ചാനൽ ആരൂസ് ആൻഡ് ഫാമിലി. നമ്മളിപ്പോൾ മൂന്നാറിന്റെ കവാടം എന്നറിയുന്ന നേര്യമംഗലം പാലത്തിലൂടെയാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇന്നത്തെ ട്രിപ്പ് മൂന്നാറിലേക്കാണ് കേട്ടോ. അപ്പൊ നമ്മുടെ മൂന്നാറിലേക്ക് പോകുന്ന വഴിയുള്ള ആദ്യത്തെ വെള്ളച്ചാട്ടത്തിന്റെ അവിടെയാണ് നമ്മളിപ്പോൾ ഉള്ളത്. ചീയപ്പാറ വെള്ളച്ചാട്ടമാണ് കേട്ടോ. മഴക്കാലങ്ങളിൽ വളരെ സമൃദ്ധമായ ഒരു വെള്ളച്ചാട്ടമാണ് കേട്ടോ ഇത്. നല്ല ഭംഗിയുള്ള വ്യൂ ഒക്കെ ആയിരുന്നു. അപ്പൊ നമ്മൾ അവിടെ കുറച്ചു നേരം റെസ്റ്റ് എടുത്തിട്ട് നമ്മൾ പിന്നെയും മൂന്നാറിലേക്കുള്ള യാത്രയിൽ തന്നെയാണ്. നമ്മുടെ ഫസ്റ്റ് സ്ഥലം ഇന്ന് വട്ടവടയ്ക്കാണ് കേട്ടോ നമ്മൾ ആദ്യം പോകുന്നത്. നമ്മൾ വേറെ എങ്ങും കയറുന്നില്ല, സ്ട്രൈറ്റ് വട്ടവടയാണ് കേട്ടോ. നമ്മൾ ഇറങ്ങിയപ്പോൾ ഇച്ചിരി ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് തന്നെ വട്ടവടയ്ക്ക് പോവുകയാണ്. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അങ്ങനെ മൂന്നാറിന്റെ മനോഹരമായ കാഴ്ചയിലൂടെയുള്ള യാത്രയിലാണ് കേട്ടോ. നല്ല മഞ്ഞും ഒരു ചെറിയ മഴയൊക്കെ ആയിട്ട് അടിപൊളി അന്തരീക്ഷമായിരുന്നു കേട്ടോ. ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഇപ്രാവശ്യം മൂന്നാറിലേക്ക് പോയപ്പോൾ. നല്ല ഒരു മഴയൊക്കെ ഉള്ള ഒരു അന്തരീക്ഷം കൂടെയായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ സ്ട്രെയിറ്റ് വട്ടവടയ്ക്കാണ് കേട്ടോ പോകുന്നത്. നമ്മൾ ഇന്നത്തെ സ്റ്റേ വട്ടവടയിലാണ്. ഇപ്പോഴും നമ്മൾ മൂന്നാർ ടൗണിൽ തന്നെയല്ലേ സ്റ്റേ. അപ്പോൾ ഒരു ചേഞ്ചിന് നമ്മൾ ഇപ്രാവശ്യം വട്ടവടയാണ് കേട്ടോ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വട്ടവടയിലേക്കുള്ള യാത്രയിലാണ്. അങ്ങനെ ദേ മാട്ടുപ്പെട്ടി ഡാമിന്റെ അവിടെ എത്തിയിരിക്കുവാണ് കേട്ടോ. അത്യാവശ്യം മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഇപ്പൊ പൊതുവെ ആളുകളൊക്കെ കുറഞ്ഞിട്ടുണ്ട്. വണ്ടിയെല്ലാം കുറവാണ്. സാധാരണ ഇവിടെ നല്ല ബ്ലോക്ക് വരാറാണ് പതിവ്. ഇന്ന് വണ്ടിയെല്ലാം കുറവാണ്. മഴയൊക്കെ ആയതുകൊണ്ടായിരിക്കും. ഇവിടുന്ന് ഒരു 45 കിലോമീറ്റേഴ്സോളം ഉണ്ട് നമ്മുടെ വട്ടവടയ്ക്ക് എത്താനായിട്ട്. നമ്മൾ ഇവിടെ എങ്ങും ഇറങ്ങുന്നില്ല, സ്ട്രെയിറ്റ് വട്ടവട തന്നെയാണ്. ഇല്ലെങ്കിൽ നൈറ്റ് 6 മണി കഴിഞ്ഞ് അവിടെ ക്ലോസ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ എങ്ങും കയറാതെ നേരെ വട്ടവടയിലേക്ക് തന്നെ പോകുന്നത്.
അങ്ങനെ ദേ വട്ടവടയിലേക്കുള്ള എൻട്രിയിലാണ് കേട്ടോ. ഇത് പാമ്പാടും ചോട ദേശീയോദ്യാനമാണ്. നമുക്കിവിടെ വണ്ടി ഓടിക്കുക എന്നല്ലാതെ പുറത്തിറങ്ങാനോ ഫോട്ടോസ് എടുക്കാനോ ഒന്നും റൂളില്ല. 6 മണി കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ഇങ്ങോട്ട് കയറ്റി വിടത്തില്ല അവർ. അത് ക്ലോസ് ചെയ്യുന്നതാണ്. നമ്മൾ 5:30 ആയപ്പോൾ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിത് ഉള്ളോട്ട് പോവുകയാണ്. ഇവിടെ ഒരുപാട് മൃഗങ്ങളൊക്കെ ക്രോസ് ചെയ്യുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പുറത്തിറങ്ങാൻ പാടില്ല, ഫോട്ടോസ് എടുക്കാൻ പാടില്ല എന്നൊക്കെയുള്ള റൂള് ഉണ്ടായത്. നമുക്ക് തന്നെ നമ്മുടെ മുന്നിൽ തന്നെ ഒരുപാട് കാട്ടുപോത്തൊക്കെ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഒന്ന് പേടിച്ചെങ്കിലും അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഈ വട്ടവട എത്തിയിരിക്കുവാണ് കേട്ടോ. നമ്മൾ താമസിക്കുന്ന റിസോർട്ടിന്റെ പേര് മിസ്റ്റി വ്യൂ റിസോർട്ട് എന്നാണ് കേട്ടോ. അത്യാവശ്യം ക്ലീൻ ആൻഡ് നീറ്റ് ഒക്കെ ആയിരുന്നു. അതിന്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ ഇത്. നമ്മൾ ചെന്ന സമയത്തുള്ള ഒരു വ്യൂ ആണ് ഫ്രണ്ടില്. അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ വട്ടവടയിലെ മോർണിംഗ് വ്യൂ ആണ് കേട്ടോ ഇത്. ഒരു 6 PM ഒക്കെ കഴിഞ്ഞിട്ടുള്ളൊരു വ്യൂ ആണ് കേട്ടോ. അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ. നമ്മൾ താമസം മിസ്റ്റി വ്യൂ റിസോർട്ടിൻ്റെ ഫ്രണ്ടിലെ വ്യൂസ് ആണ് കേട്ടോ ഈ കാണുന്നതൊക്കെ. രാവിലെ എണീറ്റുള്ള ഒരു പുലർക്കാല കാഴ്ച അടിപൊളി. നമുക്ക് അവിടെ കാണുന്ന കുറേ കൃഷിയിടങ്ങൾ കാണാം കേട്ടോ. ഇവിടെ ലെയറായിട്ടാണ് കൃഷി സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ വട്ടവട ഒരു കൃഷി ഭൂമിയാണ്. അപ്പോൾ ഇവിടെ എല്ലാവരും വരുന്ന സ്ട്രോബെറി ഇതൊക്കെ കാണാൻ വേണ്ടി തന്നെയാണ്. പക്ഷെ നമ്മളിവിടെ വന്നപ്പോൾ ഒരു ഓഫ് സീസൺ ആയിരുന്നു എന്നാണ് വന്നു കഴിഞ്ഞാണ് നമ്മൾ അറിഞ്ഞത്. ഇവിടെ കാര്യമായിട്ടൊന്നും എല്ലാം വെച്ചിട്ടേ ഉള്ളൂ. ഒന്നും വിളവെടുക്കുന്നൊരു സമയമൊന്നും ആയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ സ്ഥലത്തേക്കൊന്നും പോയിട്ടില്ലായിരുന്നു. അവിടെ കുറച്ച് സ്ഥലത്തൊക്കെ പോയി കണ്ടപ്പോൾ തന്നെ നമുക്ക് അധികം ഒന്നും ഇല്ല, ഇനി മുന്നോട്ട് പോയാൽ ഇത്രയൊക്കെ ഉള്ളൂ എന്ന് മനസ്സിലായതുകൊണ്ട് നമ്മൾ പിന്നെ അവിടുന്ന് പെട്ടെന്ന് തന്നെ ഒരു 10 മണിയോടെ നമ്മൾ റിട്ടേൺ വരുമായിരുന്നു കേട്ടോ. അവിടെ കുറച്ച് അടുത്തുള്ള കുറച്ച് കൃഷി സ്ഥലങ്ങളെല്ലാം കണ്ടിട്ട് നമ്മൾ റിട്ടേൺ മൂന്നാറിലേക്ക് തന്നെ പോരുമായിരുന്നു കേട്ടോ.
അങ്ങനെ ദേ വട്ടവടയിൽ നിന്നും നേരെ മൂന്നാർ എക്കോ പോയിന്റിലേക്ക് എത്തിയിരിക്കുവാണ് കേട്ടോ. വട്ടവടയിൽ നമുക്ക് അധികം കാഴ്ചകളൊന്നും ഇപ്രാവശ്യം ഇല്ലായിരുന്നു. അവിടെ ഇച്ചിരി ഓഫ് സീസൺ ആയിരുന്നതുകൊണ്ട് തന്നെയാണ് കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ അവിടെ സെറ്റ് ആവുമെന്നാണ് അറിഞ്ഞത്. വട്ടവട ഒരു കൃഷിഭൂമിയാണല്ലോ, അതുകൊണ്ട് തന്നെ അവിടെ എപ്പോഴും നമുക്ക് സീസൺ ആയിരിക്കുമെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സ്ഥലമാണ്. അപ്പോൾ നമ്മൾ അവിടുന്ന് നേരെ, പക്ഷെ നമ്മുടെ താമസവും അവിടുത്തെ വ്യൂ ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അവിടുന്ന് നേരെ എക്കോ പോയിന്റിൽ എത്തിയിരിക്കുവാണ്. ഇനി എക്കോ പോയിന്റിലെ കാഴ്ചകളാണ് കേട്ടോ. നമ്മൾ ഇന്ന് മൂന്നാർ കുറച്ച് സ്ഥലമേ കവർ ചെയ്യാൻ പറ്റുന്നുള്ളായിരുന്നു. നമ്മുടെ ട്രിപ്പ് നമ്മൾ പെട്ടെന്ന് പ്ലാൻ ചെയ്ത ട്രിപ്പായതുകൊണ്ട് നമുക്ക് മാക്സിമം ഇന്നത്തെ ദിവസം കവർ ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ കവർ ചെയ്ത് പോകാനാണ് നമ്മുടെ പ്ലാന്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് എക്കോ പോയിന്റിലാണ് കേട്ടോ. അടിപൊളിയാണ്. നമ്മളിപ്പോൾ കാർമൽഗിരി എലിഫന്റ് പാർക്കിന്റെ മുന്നിലാണ് കേട്ടോ. ഇവിടെ ആനയുടെ പുറത്ത് കയറാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഒരാൾക്ക് 700 രൂപ ചാർജ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ കുറച്ച് ടൈമൊക്കെ ആളുകൾ ഇങ്ങനെ സ്പെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ നല്ല തിരക്കുണ്ടായിരുന്നു, സ്കൂൾ കുട്ടികളുടെയൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ ഒരാൾക്ക് എലിഫന്റ് പുറത്ത് കയറാൻ 700 റുപ്പീസാണ് ആവശ്യം. ഒരു ഫാമിലിക്ക് 2000 പോകാവുന്നതാണ്. നമ്മളങ്ങനെ കുറച്ച് നേരം കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരുന്നു. ഞങ്ങൾ ആരൂന് ആനപ്പുറത്ത് കയറാൻ പേടിയാന്ന് പറഞ്ഞു. അതുകൊണ്ട് അവൾക്ക് കുതിരയുടെ പുറത്ത് കയറണമെന്നാണ് ആഗ്രഹം പറഞ്ഞത്. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ആരൂന് കുതിരയുടെ പുറത്ത് കയറ്റാൻ വേണ്ടി കൊണ്ടുപോവാണ് കേട്ടോ. നമ്മളങ്ങനെ മൂന്നാർ ഫോട്ടോ പോയിന്റിലാണ് കേട്ടോ ഇപ്പൊ നിൽക്കുന്നത്. അടിപൊളി വ്യൂ ആണ് കേട്ടോ. മൂന്നാറിൽ ഏറ്റവും ഭംഗിയുള്ള വ്യൂ ഉള്ള ഒരു സ്ഥലം കൂടെയാണ് കേട്ടോ ഇത്. ഇവിടെ നിന്നാണ് എല്ലാവരും ഫോട്ടോസ് എടുക്കുന്നതും. കുതിര സവാരി ഉണ്ട് ഇവിടെ. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് പേര് ഫോട്ടോസൊക്കെ എടുത്തു കൊടുക്കാനായിട്ടുണ്ട്. നമ്മളും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ഫോട്ടോസൊക്കെ. 100 റുപ്പീസായിരുന്നു കേട്ടോ ഒരു ഫോട്ടോ എടുത്തു തരുന്നതിന്. അതുപോലെ തന്നെ ഇവിടെ കുതിര സവാരി ഉണ്ടായിരുന്നു. അതേ ആരും കുതിര സവാരിക്ക് ഒരുങ്ങുവാണ് കേട്ടോ. ഒരു പേടിയില്ലായിരുന്നു, ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ആനയുടെ അവിടെ ഭയങ്കര കരച്ചിലായിരുന്നു. ഞങ്ങൾ കയറണമെന്നൊക്കെ പറഞ്ഞിട്ട് ആൾ കയറിയില്ല. ഇവിടെ കുതിര പുറത്ത് കയറിയിരിക്കുവാണ്. അങ്ങനെ ഭയങ്കര ചിരിയും ഹാപ്പി ആയിരുന്നു കേട്ടോ. അങ്ങനെ ആൾ കുതിരപ്പുറത്ത് പോയിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. അവിടെ
ഒന്നും എടുക്കാത്ത അവിടെ എന്താ നമ്മൾ അങ്ങനെ ഫോട്ടോ പോയിന്റിൽ നിന്ന് നേരെ റോസ് ഗാർഡനിലേക്ക് എത്തിയിരിക്കുവാണ് കേട്ടോ. ഇവിടെ ടിക്കറ്റ് ചാർജ് വലിയവർക്ക് 50 രൂപയും കുട്ടികൾക്ക് 25 ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ റോസ് ഗാർഡൻ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട്. വെറൈറ്റീസ് ഓഫ് ഫ്ലവേഴ്സ് ആണ് കേട്ടോ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത്. ഒരു സീസൺ അനുസരിച്ചുകൂടെ ഇരിക്കും. ചില സീസണിൽ ഒരുപാട് പൂ ഇവിടെ ഉണ്ടാവും, വെറൈറ്റി ആയിട്ടുള്ള. ഇപ്പോൾ ഒരു നോർമൽ രീതിയിലുള്ള പൂക്കളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അത് അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതിയൊക്കെ വളരെ മനോഹരമാണ്. നമ്മൾ ടൂറിസ്റ്റുകൾ ഫസ്റ്റ് തന്നെ മൂന്നാറിലെത്തുമ്പോൾ സ്ട്രെയിറ്റ് വരുന്നൊരു സ്ഥലം കൂടെയാണ് ഈ റോസ് ഗാർഡൻ എന്ന് പറയുന്നത്. മൂന്നാറിൽ വന്നിട്ടുള്ള എല്ലാവരും റോസ് ഗാർഡനിൽ കയറാതെ പോയിട്ടുണ്ടാവത്തില്ല. അങ്ങനെ ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു. അങ്ങനെ നമ്മൾ ഫ്ലവേഴ്സൊക്കെ കണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ മൂന്നാർ ട്രിപ്പ് ഇവിടെ ഇങ്ങനെ അവസാനിക്കുവാണ് കേട്ടോ. നമ്മൾ ഇന്ന് റിട്ടേൺ പോവുകയാണ്. നമ്മൾ പെട്ടെന്ന് പ്ലാൻ ചെയ്തതായതുകൊണ്ട് വലിയ രീതിയിലൊന്നും എക്സ്പ്ലോർ ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങളിന്ന് റിട്ടേൺ പോവുകയാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന ആരും മറക്കരുത്. അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.